മൂവാറ്റുപുഴയിൽ പേപ്പട്ടി ആക്രമണം നടന്ന പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി തെരുവ് നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചു. അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ പിടികൂടി പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റി 15 ദിവസം നിരീക്ഷിക്കും. നായയുടെ ആക്രമണത്തിനിരയായ 8 പേർക്ക് 2 ഡോസ് വാക്സിൻ ഇതിനകം നൽകിയതായും അധികൃതർ അറിയിച്ചു. സാലി മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാലി, ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വാക്സിനേഷൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു? കാവ്യ, അതായത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഈ മാസം 8-ന് കഴിഞ്ഞ വ്യാഴാഴ്ച നഗരസഭയുടെ 4 വാർഡുകളിലായി ഒരു വളർത്തുനായ നിരവധി പേരെ ആക്രമിച്ചിരുന്നു. 8 പേർക്ക് കടിയേറ്റു. അവർക്ക് വാക്സിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അന്ന് തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് നൽകി. പക്ഷേ ഈ നായയെ പിടികൂടി കൂട്ടിലടച്ചിരുന്നു. നായ കഴിഞ്ഞ ദിവസം ചത്തു. അതിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് ഇതിന് പേവിഷബാധ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായത്. അപ്പോൾ ഒരു ദിവസം കൂട്ടിൽ നിന്ന് പുറത്തുചാടി നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെത്തി മനുഷ്യരെ അടക്കം ആക്രമിച്ച നായയ്ക്കാണ് പേ സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ മുൻകരുതൽ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നു. ഈ പേപ്പട്ടിയുടെ കടിയേറ്റവർക്ക് നേരത്തെ തന്നെ ചികിത്സയും വാക്സിനേഷൻ നൽകിയിരുന്നതുകൊണ്ട് അവരുടെ കാര്യം സേഫായിരുന്നു. പക്ഷേ മറ്റാർക്കെങ്കിലും പേപ്പട്ടിയുടെ കടിയേറ്റിട്ടുണ്ടോ? വളർത്തു നായ്ക്കളെ ഏതെങ്കിലും ഈ പേപ്പട്ടി മറ്റേതെങ്കിലും തരത്തിൽ ആക്രമിച്ചിട്ടുണ്ടോ? മറ്റ് വളർത്തു മൃഗങ്ങൾ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടോ? കുറേ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പും നഗരസഭയൊക്കെ ചേർന്ന് പ്രതിരോധ പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ആദ്യ പടിയായി ചെയ്യുന്നത് ഈ നായ്ക്കളെ പിടികൂടി വാക്സിനേഷൻ നടത്തുക എന്നുള്ളതാണ്. ഈ പ്രദേശത്തെ മുഴുവൻ നായ്ക്കളെയും, മൂവാറ്റുപുഴയിലെ 4 വാർഡുകളിലെ മുഴുവൻ തെരുവ് നായ്ക്കളെയും പിടികൂടി വാക്സിനേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ രാവിലെ തന്നെ 4 ടീമുകളായി നഗരസഭാ പരിധിയിൽ എത്തി. കോട്ടയത്തു നിന്നുള്ള ടീമുകളാണ് എത്തിയത്. അവർ നായ്ക്കളെ പിടികൂടി അതിൽ വിദഗ്ധ പരിശീലനം നേടിയവരാണ്. അവർ വാക്സിനേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല സംശയമുള്ള നായ്ക്കളെ പിടികൂടി പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അവയെ 15 ദിവസം നിരീക്ഷിക്കുമെന്നാണ് നഗരസഭാ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിനിടയിൽ അവർ ചത്തുപോവുകയോ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണുകയോ ചെയ്താൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. ഇപ്പോൾ അങ്ങനെ ഒരു ആശങ്കയില്ല എന്നാണ്. ഇനി മറ്റൊന്ന് വളർത്തു മൃഗങ്ങളാണ്. വളർത്തു മൃഗങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട സർവേകൾ നടന്നു വരുന്നുണ്ട്. ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് അവരെല്ലാ വീടുകളിലും ചെന്ന് ഏതെങ്കിലും തരത്തിൽ ഈ നായ ആക്രമണം നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ നേരത്തെ ഈ നായയുടെ കടിയേറ്റ ആളുകൾക്ക് 8 പേരുണ്ട്. അവർക്ക് 2 ഡോസ് വാക്സിൻ ഇതിനകം നൽകിയിട്ടുണ്ട്. ഇനി 2 ഡോസും കൂടെ നൽകേണ്ടതുണ്ട്. അത് ഈ മാസം 16-നും 24-നും നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ആശങ്ക ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുകയാണ് നമ്മുടെ സംവിധാനം. അതിന് നഗരസഭയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒപ്പം ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഒക്കെ കൈകോർത്ത് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ആശങ്ക ഒഴിഞ്ഞു വരുന്നു എന്ന് പറയാം. കാവ്യ.